ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റൂബിക്സ് ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്നുള്ള കുറിച്ചൊരു വീഡിയോ ആണ്. അതിനായിട്ട് നിങ്ങൾ റൂബിക്സ് ക്യൂബ് എടുക്കുക, എന്നിട്ട് ഒരു സെൻറ്റർ ഒരു കളർ എടുക്കുക. ഞാൻ എടുക്കുന്നത് യെല്ലോ ആണ്. യെല്ലോ. അപ്പോൾ യെല്ലോയ്ക്ക് ചുറ്റും ഇവിടെയും ഒരു ക്രോസ് ആയിട്ട് ഒരു കളർ കൊണ്ടുവരിക. അതായത് ഞാൻ ഇപ്പോൾ വൈറ്റ് ആണ് എടുക്കുന്നത്. വൈറ്റ് ഇതിന് ചുറ്റും വൈറ്റ് കൊണ്ടുവരിക. 4 വൈറ്റ് അവിടെ നോക്കിയാൽ സെൻറ്ററുള്ള വൈറ്റ് നോക്കിയാൽ മതി. സെൻറ്ററുള്ളത് അവിടെ സെൻറ്ററുള്ള വൈറ്റ് ഉണ്ട്. കൊടുന്ന് ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമുലയൊന്നും ഇല്ല. ഇത് നമ്മുടെ ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ്. ഇവിടെ വൈറ്റ് വന്നു, ഇനി ഇവിടെ കൊണ്ടുവരണം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇതാ ഇപ്പോൾ ഇവിടെ വൈറ്റ് വന്നു, ഇനി ഇവിടെ ഒരു വൈറ്റ് കൊണ്ടുവരണം. ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് വന്നു, ഇനി ഇവിടെ ഒരു വൈറ്റ് വരണം. ഒരു വൈറ്റ് ഉണ്ട്, ഒരു വൈറ്റ് വന്നു, 4 വൈറ്റ് വന്നു. ഇനി വേണ്ടത് ഈ വൈറ്റിൻ്റെ താഴോട്ട് വരിക. താഴോട്ട് ഈ കളർ ഏതാണെന്ന് നോക്കാം. സെൻറ്ററുള്ള വൈറ്റിൻ്റെ ഒക്കെ താഴോട്ടുള്ളത് നോക്കാം. ഓറഞ്ച്. ഈ ഓറഞ്ചും മിഡിലായിട്ട് മാച്ച് ചെയ്യണം. ഈ ഓറഞ്ച് ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ ഓറഞ്ച് വരണം. ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ഉള്ളിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതാ റൊട്ടേറ്റ് ചെയ്തു, മാച്ചായി. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം, ഈ ലെയർ 2 തവണ താഴോട്ട് 1 2 2 തവണ താഴോട്ടാക്കി. ഇനി അടുത്ത വൈറ്റ് എടുക്കുക. അതവിടെ വൈറ്റ്, ഇവിടെ റെഡാണ്. റെഡ് എവിടെ നോക്കി നോക്കുക. റെഡ് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. റെഡ് ഒന്ന് തിരിപ്പിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ മാച്ച് ചെയ്തു. നേരത്തെ ഇതുപോലെ തന്നെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 തവണ റൊട്ടേറ്റ് ചെയ്യും. 1 2. അടുത്ത വൈറ്റ് എവിടെയാണ് നോക്കാം. അടുത്ത വൈറ്റ് ഇവിടെ സെൻറ്ററിൽ. ഇപ്പോൾ താഴത്തെ ബ്ലൂ ആണ്. ഓൾറെഡി മാച്ചായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്കത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യാം 2 തവണ. മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം. 1 2. അടുത്ത വൈറ്റ് എവിടെ നോക്കിയോ. മിഡിലിൽ ഇവിടെ വൈറ്റ്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിപ്പിച്ച് നോക്കുക. ഗ്രീൻ എവിടെ ഇതാ, ഗ്രീന് ഇവിടെ മാച്ച് ചെയ്തു. ഇപ്പോൾ ഈ വൈറ്റ് ഉള്ള ഭാഗം നമ്മൾ 2 തവണ റൊട്ടേറ്റ് ചെയ്യും. 1 2. ഇതിങ്ങനെ പിടിച്ചിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരിക. ഇവിടെ ക്രോസ് ഷേപ്പ് കിട്ടിക്കണ്ട. ഇനി ഇവിടെ 3 സ്ഥലത്ത് വൈറ്റ് കൊണ്ടുവരണം. 3 സ്ഥലത്ത് വൈറ്റ് കൊണ്ടുവരണം. വൈറ്റ് എവിടെ ഉള്ളത് നോക്കി നോക്കുക. വൈറ്റ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ വൈറ്റ് ഉണ്ട്. ഈ തൊട്ടപ്പുറത്തെ കളർ ഏതാ നോക്കുക. അതായത് ഇങ്ങനൊരു പോർഷൻ. ഇപ്പോൾ റെഡാണ്. അപ്പോൾ ഈ റെഡ് നമ്മൾ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക. മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഈ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്. ഈ വൈറ്റ് ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ ഇത് റൈറ്റ് സൈഡിലാണ്. ഇത് ലെഫ്റ്റിലോട്ട് തിരിക്കുക. ഈ ഭാഗം താഴോട്ട് ഭാഗം ഇത് താഴോട്ട് കൊണ്ടുവരിക. നേരത്തെ ലെഫ്റ്റിലേക്ക് തിരിച്ച ഭാഗം വീണ്ടും റൈറ്റിലേക്ക് വന്നിട്ട് താഴോട്ട് കൊടുന്ന ഭാഗം വീണ്ടും മുകളിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഫില്ലായി കണ്ട. ഞാൻ അടുത്ത വൈറ്റ് എവിടെയാണെന്ന് നോക്കി നോക്കാം. അടുത്ത വൈറ്റ് എന്താ, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇന്നൊരു അടുത്ത ഭാഗം നോക്കി നോക്കുക. ഇവിടെ ഗ്രീനാണ്. അപ്പോൾ ഈ ഗ്രീൻ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ താഴത്തെ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തു, ഇതാ മാച്ച് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്. ഈ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് അല്ല ഇവിടെ വരേണ്ടത്, ഈ വൈറ്റാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ വൈറ്റ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റൈറ്റ് സൈഡിലാണ്. ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിപ്പിക്കുക. ഇത് താഴോട്ട് കൊണ്ടുവരിക. ലെഫ്റ്റ് തിരിച്ച ഭാഗം വീണ്ടും തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് മേലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അവിടെ വൈറ്റ് വന്നു. അടുത്ത വൈറ്റ് അവിടെ നോക്കി നോക്കാം. വേണ്ട നോക്കുക. ഇതാ ഇവിടെ വൈറ്റ് ഉണ്ട്. ഇവിടെ ബ്ലൂ ആണ്. ഇപ്പോൾ നമ്മൾ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. ഇപ്പോൾ ബ്ലൂ എവിടെ നോക്കി നോക്കുക. ഇതാ ബ്ലൂ ഇവിടെ മാച്ച് ചെയ്തു കണ്ടത്. ഇപ്പോൾ ഈ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്. വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ റൈറ്റിലോട്ട് തിരിപ്പിച്ച് ഇത് താഴോട്ട് കൊണ്ടുവരിക. റൈറ്റിലേക്ക് തിരിച്ചത് ലെഫ്റ്റിലേക്ക് തിരിച്ച് മുകളിൽ കൊണ്ടുവരിക. ഇപ്പോൾ വൈറ്റ് പില്ലായി കണ്ട. ഇനി ഇവിടെ ഒരു വൈറ്റ് വരണം. എവിടെ വൈറ്റ് വരണമെന്ന് നോക്കി നോക്കുക. ഇതാ ഇവിടെ വൈറ്റ് ഉണ്ട്. വൈറ്റ് ഇവിടുത്തെ കളർ ഏതാ നോക്കി നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ റെഡാണ്. ഈ റെഡ് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. വേറെ നമ്മൾ താഴത്തതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. റൊട്ടേറ്റ് ചെയ്യുക. റെഡ് ഇതാ 2 മാച്ച് ചെയ്തു. അപ്പോൾ ഈ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ലെഫ്റ്റ് സൈഡിലാണ്, ഇത് റൈറ്റിലോട്ട് തിരിപ്പിച്ച് ഇത് താഴോട്ട് കൊണ്ടുവരിക. റൈറ്റിൽ തിരിച്ചത് നേരെ ലെഫ്റ്റ് തിരിച്ച് ഇത് മേലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇപ്പോൾ ഫില്ലായി, വൈറ്റ് ഫില്ലായി. കണ്ടോ, മേലത്തെ ഫില്ലായി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ടീ എന്ന ഷേപ്പ് വന്നിട്ടുണ്ടാവും. ടീ കണ്ടോ, ടീ എന്ന ഷേപ്പ് വന്നിട്ടുണ്ട്. ടീ എന്ന ഷേപ്പ് വന്നു, കറക്റ്റാണ് ചെയ്തത് ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ലെയർ എങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, സെക്കൻഡ് ലെയർ ആയിരിക്കും. ഓക്കെ.